റിവോൾവർ റിംഗോ ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ബാധപ്പോ കണ്ണേ കണ്ട പെമ്പിളൊക്കെ ഏതിപ്പോ അതിനകത്തേക്ക് വിളിച്ചാലും നമുക്ക് തൊള്ളാൻ സമയമുണ്ട്. എന്നിട്ട് ബാധപ്പ നമ്മൾക്ക് ദേഷ്യപ്പെടുന്നേ. ഈ വിഷ്ണു ചേട്ടനോടൊക്കെ അഭിനയിച്ചപ്പോ എന്ത് തോന്നി? നല്ല ഫണ്ണായിരുന്നു സെറ്റില് അല്ലേ? അപ്പൊ ഇതിലും ഒരു സൂപ്പർ ഹീറോ എലമെന്റ് വരുന്നുണ്ട്, അതാണ് റിവോൾവർ റിംഗോ. ലാളിത്യമുള്ള സിംപ്ലിസിറ്റി കീപ്പ് ചെയ്തുകൊണ്ടുള്ള പടം. എന്നാൽ അതിൽ ഈ പറഞ്ഞ സൂപ്പർ ഹീറോ എലമെന്റ് ഉണ്ട്, പക്ഷെ അതിനും ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. രഞ്ജിൻ ഒരു സാധാരണ മനുഷ്യരേ അല്ല, ഇവ മനുഷ്യരാണോ എന്ന് തന്നെ ചർച്ച ചെയ്ത ആൾക്കാരുണ്ട്. നീലാകാശത്തെ മായ നക്ഷത്രക്കാവിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലോട്ടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. റിവോൾവർ റിംഗോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി താരങ്ങളാണ് എന്നോടൊപ്പം. നമസ്കാരം. അപ്പം പടത്തിന് വേണ്ടി വെയിറ്റിംഗ് അല്ലേ? ഈ ചില പുലികളൊക്കെ പതുങ്ങുന്നത് എന്തിനായിരിക്കും? അങ്ങനെ ഒരു പുലി ഈ കൂട്ടത്തിലുണ്ട്. എല്ലാരും പുലികളാണ്, എന്നാലും ആരായിരിക്കും പറഞ്ഞേ? ആരായിരിക്കും വിഷ്ണു ചേട്ടാ? ഓ കറക്റ്റ്. അതൊക്കെ പറയാൻ കാരണം എന്തായിരിക്കും? കൊറേ സിനിമകൾ ചെയ്യുന്നോണ്ടാണോ? അതെ, വേറെ ലാംഗ്വേജ് ചെയ്യുന്നോണ്ടാണോ? ഓ താങ്ക് യു. എന്ത് തോന്നി അതൊക്കെ ചെയ്യുമ്പോ? അത് ഫീനിക്സ് എന്നുള്ള ഹൊറർ മൂവി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെയൊക്കെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചത്. അപ്പൊ അതാണ് ഒരു ടേണിംഗ് പോയിന്റ്. ഈ വിഷ്ണു ചേട്ടനോടൊക്കെ അഭിനയിച്ചപ്പോ എന്ത് തോന്നി? നല്ല ഫണ്ണായിരുന്നു സെറ്റില് അല്ലേ? തന്ന പാഠങ്ങൾ എന്തൊക്കെയായിരുന്നു അഭിനയിക്കുമ്പോ? എനിക്ക് പാഠങ്ങളൊന്നും തന്നിട്ടില്ല. അങ്ങനെ നല്ല ഫണ്ണായിരുന്നു സെറ്റില്. അങ്ങനെ വിഷ്ണു ചേട്ടാ, നമ്മുടെ പടം എന്താണ്? പടം റിവോൾവർ റിംഗോ ഒരു ഫാമിലി എൻ്റർടൈനറാണ്. വെക്കേഷന് കൂട്ടുകാരൊക്കെ ആയിട്ട് അവരുടെ കൂട്ടത്തിലൊരു കൂട്ടുകാരന് വേണ്ടി ഒരു പദ്ധതി പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടി അതിന് ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങുന്നതും, അതിന് ഹെൽപ്പിന് വേണ്ടി ഈ കൂട്ടത്തിലൊരുത്തൻ്റെ മാമനെ ഇവർ യൂസ് ചെയ്യണതുമാണ് പരിപാടി. ഞാനാണ് ആ മാമൻ, ഇവരാണ് എൻ്റെ പെങ്ങളുടെ മോൻ. ഈ മിന്നൽ മുരളിയുമായി ബന്ധമുണ്ടോ? ചെറിയൊരു ബന്ധമുണ്ട്. മിന്നൽ മുരളി ഒരു സൂപ്പർ ഹീറോ പടമാണല്ലോ. അതെ. അപ്പോൾ ഇതിലും ഒരു സൂപ്പർ ഹീറോ എലമെന്റ് വരുന്നുണ്ട്, അതാണ് റിവോൾവർ റിംഗോ. ഇനി ജനങ്ങൾ ചോദിക്കുമോ ഞങ്ങൾ ഈ പടം എന്തിനു പോയി കാണണം, എന്തുത്തരം കൊടുക്കും? അത് നല്ലൊരു പടം കാണാം എന്നുള്ള രീതിയിൽ തന്നെ പോയി കാണാം. നല്ലൊരു അത് വളരെ, ഞാൻ ഇന്നലെയും പറയായിരുന്നു, ലാളിത്യമുള്ള സിംപ്ലിസിറ്റി കീപ്പ് ചെയ്തുകൊണ്ടുള്ള പടം. എന്നാൽ അതിൽ ഈ പറഞ്ഞ സൂപ്പർ ഹീറോ എലമെന്റ് ഉണ്ട്, പക്ഷെ അതിനും ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതാണ് എന്നെ ഇംപ്രസ് ചെയ്ത ഒരു ഫാക്ടറി പടം സ്കോർ ചെയ്യുമ്പോഴും പാട്ട് ചെയ്യുമ്പോഴൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സിലാണ് ഞാനും മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഈ മൂവിക്ക്. എനിക്കിതുവരെ ചെയ്തതെന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ കൂടിയാണ് റിവോൾവർ റിംഗോ. അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നു. വിഷ്ണു ചേട്ടനോട് ഒരുപാട് നന്ദി എനിക്ക് പറയാനുണ്ട് ഈ ഒരു അവസരത്തിൽ. എന്നെ ആങ്കറിംഗ് ഫീൽഡിൽ വരുന്നതിന് മുമ്പേ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ വിഷ്ണു ചേട്ടനെ ഫസ്റ്റ് ലൊക്കേഷനിൽ കാണാൻ പോയി. ആകെ 3-5 പേരെ സൗണ്ട് അറിയത്തുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്ന വോയിസ് വിഷ്ണു ചേട്ടൻ്റെയാണ്. അങ്ങനെ ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കാണാൻ പോയപ്പോൾ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയത് ഒരു താരജാടയും ഇല്ലാതെ എന്നെ ചേർത്ത് പിടിച്ച് നീ ചെയ്യടാന്ന് പറഞ്ഞു കേട്ടോ. താങ്ക് യു. അത് നീയായിരുന്നോ? എന്നാ പറ്റി തമാശ. അപ്പം ഞാൻ ഒന്ന് ചെയ്തോട്ടെ. ഓക്കെ. ബാധപ്പോ കണ്ണേ കണ്ട പെമ്പിളൊക്കെ ഏതിപ്പോ അതിനകത്തേക്ക് വിളിച്ചാലും നമുക്ക് തൊള്ളാൻ സമയമുണ്ട്. സ്വന്തം അമ്മ വിളിച്ചാ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല. അപ്പം തിരക്കും ബഹളവും ദേഷ്യവും. എന്നിട്ട് ബാധപ്പ നമ്മൾക്ക് ദേഷ്യപ്പെടുന്നേ. പിന്നെ അവിടുന്ന് വെച്ചടി കയറ്റമായിരുന്നു എനിക്ക്. ഇതുവരെ എത്താൻ സാധിച്ചു. താങ്ക് യു. അപ്പോൾ ഇനി നമുക്കൊരു അടിപൊളി പാട്ട് പ്രതീക്ഷിക്കുന്നു. വളരെ പെട്ടെന്നാണ് ജമ്പ്. നമ്മുടെ പടത്തിലെ പാട്ട് അത് പൊരിക്കും. അത് മോഹത്തിന്റെ വെള്ളിമല മലയിൽ സ്നേഹനില സ്വപ്നം കാണാൻ മാമല മേലെയൊരാലില വീടുമുണ്ടേ
വെള്ളിമല താഴ്വരയിൽ തേളുതേളെ കാട്ടരുവി കണ്ണാടി ചില്ലല ചിന്നിച്ചിതറാൻ കൊച്ചലച്ചോലയുണ്ടേ. പോയി. അപ്പം പടം പോലെ തന്നെ പാട്ടും തൂക്കും അല്ലേ? തൂക്കും. പാട്ട് സൂപ്പറാണ്. നല്ല പാട്ടാണ്. അത് കൈതപ്പൻ തിരുമേനിയാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. 2 പാട്ടിലേ ഉള്ളൂ, 2ഉം അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് തിരുമേനിയുടെ വരികൾക്ക് സംഗീതം. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പം പടം പോലെ തന്നെ പാട്ടും തൂക്കട്ടെ. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് പാടാൻ തോന്നുന്ന പാട്ടുകളുണ്ടല്ലോ. വിഷ്ണു ചേട്ടനെ കാണുമ്പോൾ പാടാൻ തോന്നുന്ന ഒരു പാട്ട് ഏതായിരിക്കും? എൻ്റെ ആദ്യ സിനിമ വിഷ്ണു നായകൻ, ജോസഫും നിത്യഹരി നായകനും ഒരു ദിവസം റിലീസായ പടമാണ്. അപ്പോൾ അതിൽ വിഷ്ണു എൻ്റെ തന്നെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പാരിജാത പൂവിരിഞ്ഞിതാ പാറി വീണതെന്റെ മാറില പാതി പ്രാണനായി മാറുവാൻ നേരമാ. ആ പാട്ട് ഹിറ്റൊന്നുമല്ല, പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആണ്. അത് ആരാ പാടിയത്? വിഷ്ണു. എന്നെ പൊന്നടാവേ. അത് ഭയങ്കര ഞെട്ടലായിരുന്നു എനിക്ക്. കാരണം എന്താ പറയുക, ഇപ്പം നമുക്ക് ഇപ്പം ഷോൺ റോൾഡൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ശബ്ദമല്ലേ, അതൊക്കെ പോലെയുള്ള ഒരു ശബ്ദം വിഷ്ണുവിൻ്റെ ഉള്ളിൽ ടെക്സ്ചർ കിടപ്പുണ്ട്. വിഷ്ണുവിനെ അത് മനസ്സിലാക്കിയിട്ടില്ല. അത് പറയല്ലേ, ഇവന് എന്റെ സൗണ്ട് ഈ ആനക്കാനയുടെ വലിപ്പം അറിയത്തില്ലെന്ന പോലെ മനസ്സിലായിട്ടില്ല വിഷ്ണു ഒരു ഗായകനാവാൻ പറ്റുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ വിഷ്ണുവിന് പറ്റുന്ന പാട്ട് മാത്രം ചൂസ് ചെയ്ത് വളരെ ഒരു സ്പേസ് ഉള്ള ഒരു ഗായകനാവാൻ വേണമെങ്കിൽ വിഷ്ണുവിന് പറ്റും. ആ സൗണ്ടിന് ഒരു മാജിക്കുണ്ട്. വിഷ്ണു പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്നെ കൊണ്ട് രഞ്ജിൻ വീണ്ടും പാടിച്ചു. റീസെന്റ് ഭീഷ്മറിലെ ഒരു സോങ് പാടി, അതിലും വിഷ്ണുവിന്റെ ശബ്ദമാണ് വളരെ വ്യത്യസ്തമായിട്ട് നിന്നത്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഇതൊക്കെ ഒന്ന് പറയണം കേട്ടോ ഇടയ്ക്ക് ഒന്ന്. രഞ്ജിനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടറാണല്ലോ പറയുന്നത്. അപ്പൊ നമുക്കത് അതിൽ പറയാൻ എന്ത് വേണം? അതുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിച്ചു. അല്ല, ഇനിയും പാടിക്കാന്ന് പറഞ്ഞാൽ നല്ല പാട്ട് വിഷ്ണു പാടിക്കണമെന്നുണ്ട്. അതിന് വേണ്ടി ഒന്ന് ഇരിക്കണം. അവൻ കാത്തിരിക്കുന്നു കേട്ടോ. യാ. അഭിനയം പോലെ തന്നെ കീച്ചിക്കോ. എന്തു പോയി നിൽക്കുന്നേ? എന്താണ് ഈ പടത്തിലെ റോള്? ഈ പടത്തില് പുലി എന്ന് പറഞ്ഞൊരു റോളാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ മാമനായിട്ടാണ് വിഷ്ണുവായിട്ട് പറഞ്ഞത്. ഒരു അടിപൊളി റോളാണ് ഞാൻ ഇതുവരെ ചെയ്തതിൽ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളായതുകൊണ്ട് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ സിനിമ ഇറങ്ങാൻ വേണ്ടി എക്സൈറ്റഡ് ആണ്. കാത്തിരിക്കുന്നു. റോള് ഞാൻ പല്ലവി എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഞാൻ ഇവരുടെ ജേർണിയിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് ത്രൂ ഔട്ട് ഇവരുടെ കൂടെ ജേർണിയിലുണ്ട്. അപ്പം മാമൻ എങ്ങനെയുണ്ട് മാമ? നല്ല രസമാണ്. അപ്പോൾ ഇനി ഒരു ടാസ്ക് ഉണ്ട് കേട്ടോ. ടാസ്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ സ്റ്റാർട്ട് പറയുമ്പം വിഷ്ണു ചേട്ടൻ ആളെപ്പറ്റി പറയണം, നല്ലത് പറയണം. അതായത് ഇപ്പോൾ സൂപ്പറാടാ പറയണം. പിന്നെ സ്റ്റോപ്പ് പറയുമ്പോൾ നേരെ ഉൾട്ട പറയണം, തിരിച്ച് പറയണം. അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട്. റെഡി പോവാം. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആർക്ക് ആരെ വേണം പറഞ്ഞു. രഞ്ജിനെ സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പം സ്റ്റാർട്ട്. രഞ്ജിനൊരു മഹാനായ ഗായകനാണ്. അതിമനോഹരമായി സംഗീതം ചെയ്യുന്ന ഒരു മ്യൂസീഷ്യനാണ്. സ്റ്റോപ്പ്. രഞ്ജിൻ ഒരു സാധാരണ മനുഷ്യരെയല്ല. ഇവ മനുഷ്യരാണോ എന്ന് തന്നെ ചർച്ച ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ നിർമ്മല ഹൃദയനാണ്. അടിപൊളി അടിപൊളി അടിപൊളി. നമ്മൾ പോസിറ്റീവ്. അടുത്ത രഞ്ജി ചേട്ടൻ ആരെ സെലക്ട് ചെയ്യും? ഓക്കെ റെഡി സ്റ്റാർട്ട്. നല്ലൊരു മിമിക്രി കലാകാരനാണ്. ഇദ്ദേഹവും കിടിലൻ ഗായകനാണ്. സ്റ്റോപ്പ്. രണ്ടുമല്ലാന്ന് പറഞ്ഞു. അലമ്പ് ഗായകൻ. അലമ്പ് പാട്ട് പാടിയല്ലോ അതില്. അടിപൊളി. ആരെ സെലക്ട് ചെയ്യും? വിഷ്ണു ശ്രീകളല്ലേ അവനൊക്കെ വലിയ മനസ്സാണ്. ഞാൻ ചേട്ടനാ പറയുന്നത്. അത് പറഞ്ഞു തകർത്തോ. റെഡി ശ്രീപദിനെ പറയാം. സ്റ്റാർട്ട്. ശ്രീപദ് ഒരു സ്ത്രീയുള്ള ഒരു മുഖമുള്ള ഒരുത്തനാണ്. വളരെ ഫ്രണ്ട്ലിയാണ്. സ്റ്റോപ്പ്. ശ്രീപദിന് സ്ത്രീയുള്ള മുഖം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഇവരെ ഏത് നേരം വന്ന് മൊബൈൽ എടുത്തുകൊണ്ട് പോകും. ഒരു തരത്തിൽ നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മുടെ മൊബൈൽ അടിച്ചുകൊണ്ട് പോകും. മീൻസ് കളിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകും. പിന്നെ ഇവൻ്റെ ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് വെച്ചാൽ ഇവൻ അതെ സ്റ്റോപ്പ്. അടുത്ത് റെഡി സ്റ്റാർട്ട്. നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. പിന്നെ നല്ല വിദ്യാഭ്യാസമുണ്ട്. കുറെ കാര്യങ്ങളിൽ ക്രേസ് ഉണ്ട്. വാച്ചുകളിലൊക്കെ ആണെങ്കിലും 5ലേക്ക് ഒരു വിദ്യാഭ്യാസം ഇല്ല. സത്യം പറയല, ചില സമയത്തുണ്ടല്ലോ എനിക്കാണെങ്കിൽ വലിച്ചു കീറി. പക്ഷേ നല്ല നല്ല ആളാണ്. അപ്പൊ കിട്ടാനുള്ള കിട്ടിയല്ലോ. ഇനി നമുക്ക് കൊടുക്കാം. നമ്മുടെ ഊഴവാ. അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയാൻ മനസ്സിലായില്ല. ഇവരെ നീ എത്രയല്ലോ ആര് വേണം? 5ലായിട്ടുള്ളത് നല്ല റെഡി സ്റ്റാർട്ട്.
നല്ലൊരു ആർട്ടിസ്റ്റാണ്, ഒരുപാട് കഴിവുകളുണ്ട്, പല തരത്തിലും മികവ് തെളിയിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ്. ഒരു കഴിവില്ല, ഒന്നിനും കൊള്ളൂല, വെറുതെ ഇവിടെ അഞ്ഞിരിഞ്ഞ് നടക്കുന്നു. അടിപൊളി അടിപൊളി, ഒരു കൈഡി കൊടുക്കുക അല്ലേ? ഹാപ്പി അല്ലേ? എന്തോ പറയാനുണ്ട്, പറഞ്ഞു. ഇല്ല പറയല്ല. അല്ലേ, പറഞ്ഞോ? ഇല്ല വേണ്ട. എടാ നീ ഇത് മാത്രം കട്ട് ചെയ്തിടുമെന്നാണ്. ഒരിക്കലും അല്ല കേട്ടോ, നമ്മളത് ചെയ്യത്തില്ല. നമ്മൾ നെഗറ്റീവേ ചെയ്യാത്തൊരു വ്യക്തിയാണ് കേട്ടോ. നമ്മൾ പോസിറ്റീവ് മാത്രം ചെയ്തു പോകുന്നൊരു. അങ്ങനെ ഞാൻ നെഗറ്റീവ് പറഞ്ഞൊക്കെ കട്ട് ചെയ്തോളാം. അപ്പം ഗെയിമിനൊരു പഞ്ചില്ലല്ലോ. അപ്പം നമ്മുടെ സിനിമ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പം എന്ത് തോന്നുന്നു വിഷ്ണു ചേട്ടാ? ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, ഒരുപാട് പ്രേക്ഷകർ. ഇപ്പം തന്നെ വാഴ നല്ല ഹിറ്റോടുകൂടി ഓടിയിരിക്കുവാണ്. ഇപ്പോൾ ആശ്രാൻ ടീം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുതുമുഖങ്ങൾക്ക് ഇപ്പോഴും അവസരങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമയിൽ കുറേ പുതുമുഖങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുതുമുഖങ്ങളുടെ സിനിമയിൽ ഇപ്പോൾ 200 കോടി അടിച്ച സിനിമ എന്ന് പറയുമ്പോൾ അതിലെല്ലാം പുതിയ ആൾക്കാരല്ലേ കൂടുതലും, മെജോറിറ്റി. അപ്പം അത് എല്ലാവർക്കും ഒരു സാധ്യതയുള്ള കാലഘട്ടവും കൂടിയാണ്. ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഒരുപാട് പേർക്ക് അവസര സാധ്യത കൂടിയിട്ടുണ്ട്. ശരിയാണ്. എന്ത് തോന്നുന്നു, ആ ഒരു കാലഘട്ടത്തിലൊക്കെ നിങ്ങൾക്കത് ഉണ്ടായിരുന്നോ? നമുക്കൊട്ടുമില്ലല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഡയറക്ടർ റീച്ച് ചെയ്യാൻ എത്ര കഷ്ടപ്പെടണം, അവിടെ എത്തി സംസാരിച്ച് പാട്ട് കേൾപ്പിച്ച്. ഇപ്പം എനിക്ക് തന്നെ ലിറിസിസ്റ്റുകളുടെയും പാട്ടുകാരുടെയും ഒരുപാട് പ്രൊഫൈൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല. വളരെ ഈസിലി ആക്സസിബിൾ ആണ്. അവർ റീലിടുന്നു, അത് നമ്മളെ ടാഗ് ചെയ്യുന്നു, അത് നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടും. അങ്ങനെ ഞാൻ പാടിപ്പിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഈസിയാണ്. ഞാൻ പാടുന്ന സമയത്ത് തന്നെ പാട്ട് കിട്ടാൻ വേണ്ടി തന്നെ പോയി ക്യൂ നിൽക്കുന്ന, അല്ലെങ്കിൽ പോയി അവിടെ കാവല കെട്ടി നടക്കുന്ന സമയമായിരുന്നു. ഗോപിച്ചേട്ടൻ്റെ ഒക്കെ ഞാൻ പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്, ഷാനൊക്കെ വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുന്നിലുള്ള എല്ലാവരുടെയും പുറകെ ഒരുപാട് അലഞ്ഞിട്ടുണ്ട് ഞാൻ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സംഗീത സംവിധാനത്തിലേക്കും കൂടെ കടന്നതും മ്യൂസിക് ഡയറക്ഷനിലേക്ക് എത്തിയത്. പിന്നെ മ്യൂസിക് ഡയറക്ടർ ആവാൻ വേണ്ടിയും ഒരുപാട് തിണ്ണന്നിറങ്ങിയിട്ടുണ്ട് ഡെഫിനറ്റായിട്ടും. പക്ഷെ ഇന്ന് അത്ര അതിനേക്കാളും ഈസിലി കുറേ ഇൻഡി സീൻസ് കുറച്ചും കൂടെ ആക്റ്റീവാണ്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യൻസിന് സ്പേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സിനിമ കിട്ടിയില്ലെങ്കിലും അവരുടെ കഴിവ് കാണിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം റെഡിലി അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് വളരെയധികം കുറച്ചൊന്നുമല്ല, നല്ല രീതിയിൽ മാറ്റം. നമ്മൾ ജോസഫ് ഹിറ്റാക്കിയ സമയത്തുണ്ടായിരുന്ന ഒരു സ്പേസ് അല്ലല്ലോ ഇപ്പോൾ. അതെ, വേറെ തന്നെ ഈസി ആയി കുറച്ചും കൂടെ. ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ഇപ്പം തന്നെ പറഞ്ഞു, നിങ്ങളൊക്കെ വന്നൊരു വരവെന്ന് പറയുന്ന കഷ്ടപ്പാടിൽ കൂടെ തന്നെ ആയിരുന്നു. ശരിക്കും ആ സമയത്തൊക്കെ ഒരുപാട് പേരോട് അവസരം ചോദിച്ചു, അവസരം കിട്ടിയിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ആ സമയത്തൊക്കെ ചിന്തിച്ചിരുന്നോ എത്താൻ പറ്റും എപ്പോഴെങ്കിലും? ഉറപ്പായിട്ടും ചിന്തിച്ചിരുന്നു. ഇതൊക്കെ ഈ ഇന്റർവ്യൂ അടക്കം ഞാൻ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അടിപൊളി. ഒരു പക്ഷേ ഗായകൻ ആയില്ലായിരുന്നെങ്കിൽ എന്തായി മാറിയനെ? അപ്പോഴേ പറഞ്ഞ ബിസിനസ്സുകാരൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ എന്തായി മാറിയാണ്? ഡോക്ടറോ കളക്ടറോ ഇല്ലല്ലോ, നടനായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ കളക്ടറോ നീ നേരത്തെ എന്നോട് പറഞ്ഞത് ഈ മറ്റേ കാരോത്തുഴ ഹോസ്പിറ്റലിൽ എന്ത് മണിക്ക് പോയി അലൂമിനിയം ഫാബ്രിക്കേഷൻ തുടങ്ങി. ഓക്കെ, ഇനിയിപ്പം വിഷ്ണു ചേട്ടാ ഒരു സ്ഥലത്ത് എത്തപ്പെടാം, നിലനിൽക്കാൻ പാടാണോ? പിന്നെ ഒറ്റ വാക്കിൽ ഒതുക്കല്ലേ? അതെ, അല്ല അതൊരു എഫേർട്ട് എപ്പോഴും വേണമല്ലോ. ഇത് നമ്മളൊരു മലയാള സിനിമയിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പം കഴിവിന് അവിടെ പ്രശസ്തി ഇല്ലേ? ഈ ബന്ധങ്ങൾ സിനിമയിൽ കീപ്പ് ചെയ്യണമെങ്കിൽ അവിടെ കഴിവ് വേണം, അല്ലെങ്കിൽ ഒരു ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. ഉറപ്പാ. ഈ ലക്കിനൊരു ഫാക്ടർ ഉണ്ടോ? അതുണ്ട്. ആ ലക്കം ഈസ് കണക്റ്റഡ് വിത്ത് എഫേർട്സ് ആൻഡ് കഴിവ്. എല്ലാം കഴിവ് തന്നെയാണ് ഇന്റഗ്രൽ ആയിട്ടുള്ള സെൻട്രൽ ഫാക്ടർ. ബാക്കി എല്ലാം അസോസിയേറ്റഡ്. ഓക്കെ, ഇനി ഒരു മിമിക്രി കേട്ടാലോ നമുക്ക്? മൂക്കടഞ്ഞു വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ കുമാർ സാമിന്റെ പാട്ട് പാടി. दुनिया बुला दूंगा तेरी चाहत में, मैं दुनिया बुला दूंगा तेरी चाहत में, ओ दुश्मन जमाना मुझे ना बुलाना, मैं खुद को मिटा दूंगा तेरी चाहत में. അടിപൊളി. അപ്പം ഞങ്ങള് പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാണുന്ന പ്രേക്ഷകർ നമ്മൾ പറഞ്ഞു പടം പോയി ഒന്ന് കണ്ടു നോക്കല്ലേ, അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് നോക്ക്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അതെന്താ ഈ പറഞ്ഞ പോലെ ഒരു ക്യൂട്ട് സിനിമയാണ്. അതായത് ഒരു പോസിറ്റീവ്, എല്ലാ കഥാപാത്രങ്ങളും പോസിറ്റീവ് എനർജിയുള്ള കഥാപാത്രങ്ങളാണ്. പിന്നെ ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിൻപുറത്തെ അപ്പോൾ അങ്ങനത്തെ എല്ലാവർക്കും, ഫാമിലിക്ക് എല്ലാവർക്കും കുട്ടികളൊക്കെ ആയിട്ട് പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയാണ്.
എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വളരെ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ്. വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. ഈ സിനിമ ചെയ്യുമ്പോഴും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം അതിനൊരു ഫ്ലോ ഉണ്ടായിരുന്നു. ആ സിനിമയ്ക്ക് വേണ്ട ഫ്ലോ ആ സിനിമയിലുണ്ട്. എനിക്ക് വിഷ്ണുവിൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ മ്യൂസിക് ചെയ്ത നായകൻ വിഷ്ണു ആയിരിക്കും. നമ്മൾ 4-5 സിനിമകളായിരുന്നു. അപ്പോൾ അതിൽ വിഷ്ണുവിൻ്റെ പെർഫോമൻസുകളിൽ എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയൊരു പെർഫോമൻസ് ആണ്. കാരണം ലാംഗ്വേജ് ഒക്കെ അല്ല സ്ലാങ് ഒക്കെ പഠിക്കാൻ ട്രൈ നോർത്തിലേക്ക് അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു അവിടുത്തെ നാട്ടിൻപുറം കൾച്ചർ വിഷ്ണുവിന് വളരെ ഈസി ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വിഷ്ണുവിന് മാത്രമല്ല എല്ലാവർക്കും, പെർഫോം ചെയ്ത എല്ലാവർക്കും. ഞാനൊരു നാട്ടുമ്പുറത്തായിരുന്നതുകൊണ്ട് എനിക്കത് കണക്റ്റ് ആയിട്ടുണ്ട്. അതിൽ സൂപ്പർ ഹീറോ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണ് ഈ സിനിമ. ഈ നാട്ടിൻപുറത്തുള്ള നമുക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഈ സിനിമയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, ഇതിൻ്റെ ഡയറക്ടർ റൈറ്റർ കിരണാണ്. കിരൺ കോഴിക്കോടുകാരനാണ്. അപ്പോൾ ഒരു നാട്ടിൻപുറത്തിൻ്റെ ശീലുകളൊക്കെ ഉള്ള സീൻസ്, വളരെ ലളിതമായൊരു സിനിമയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടുന്ന, കണ്ടിറങ്ങുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങാവുന്ന അങ്ങനത്തെ ഒരു സിനിമയാണ്. മറ്റ് കഥാപാത്രങ്ങളൊക്കെ ഈ പടത്തിൽ? ഇതിൽ നമ്മുടെ പാഷാണം ഉണ്ട്, സാജിച്ചേട്ടനുണ്ട്, പിന്നെ വിജിലേഷ് ഉണ്ട്, മെറീന ഉണ്ട്, അൻഷ ഉണ്ട്, പിന്നെ ലാലുച്ചായൻ, ഒരു പ്രധാന കഥാപാത്രം ലാലുച്ചായനാണ് ചെയ്തിട്ടുള്ളത്. സഞ്ജു ശിവറാം ഉണ്ട്, സർപ്രൈസ് എൻട്രിയാണ് സഞ്ജുവിൻ്റെ. ഞാൻ കേട്ടു ഈ പടത്തിൽ ആരോ ഒരു സർപ്രൈസ് പോലെ വരുന്നുണ്ടെന്ന് കേട്ടു, ശരിയാണോ? അതെ, അതാണ് സഞ്ജു. അപ്പം ഒരു ഫുൾഫിൽ പടമായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തരുക, ഞങ്ങൾ ഏറ്റെടുക്കാനും കാണാനും തയ്യാറാണ്. അവസാനം ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി, നമ്മുടെ സിനിമ കാണുവാൻ വേണ്ടി ഒരു പാട്ട്, ഒരു അടിച്ചുപൊളി. കാലം വന്നാൽ നീലാകാശത്തെ മായാ നക്ഷത്രക്കാവിൽ പൊളി പൊളി പൊളി. അപ്പം നിങ്ങൾ പ്രേക്ഷകർക്ക് വിട്ടുതരുന്നു, എല്ലാവരും പടം ഒന്ന് കാണാൻ, അതിനെ പറഞ്ഞതുപോലെ ടിക്കറ്റ് ഒന്ന് എടുത്ത് നോക്കല്ലേ. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും. പടം നിങ്ങളെപ്പോലെ തന്നെ വിജയമായി മാറട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു.